അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 നടന്നു. വൻ ഭൂരിപക്ഷത്തോടെ നമ്മുടെ UDF ഭരണത്തിൽ തിരിച്ചു വന്നു. പക്ഷെ ഒരു മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കാൻ ഈ കണ്ട MLA-മാരെ മുഴുവൻ ജയിപ്പിക്കാൻ ഹാർഡ് വർക്ക് ചെയ്ത UDF-ന് സ്വന്തമായിട്ട് കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല എന്ന സങ്കടം തന്നെയാണ്. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിജിയെ ഞാൻ നേരിട്ട് കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിന്റെ എളിമത്വവും സ്നേഹവും ബഹുമാനവും കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നിയൊരു മഹാവ്യക്തിയാണ് അദ്ദേഹം. ബഹുമാനപ്പെട്ട VD സതീശൻ സാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ഞങ്ങളൊക്കെ വ്യക്തിപരമായ അഭിപ്രായം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തിത്വം കോൺഗ്രസിലെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പാവപ്പെട്ട ലിവർ പോയി വളരെ സങ്കടത്തോടെ കഴിയുന്ന ഒരു കുടുംബത്തിലെ വിഷമങ്ങൾ K മുരളീധരൻ സാറിനോട് അവതരിപ്പിച്ചപ്പോൾ 3 ലക്ഷം രൂപ തന്ന് സഹായിച്ച ഒരു വ്യക്തിത്വമാണത്. അപ്പോൾ K മുരളീധരനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ആ മഹാമനുഷ്യസ്നേഹി, പ്രത്യേകിച്ച് നമ്മളെ ബഹുമാനപ്പെട്ട കരുണാകരൻ സാറിൻ്റെ മോന് നാടിൻ്റെ വികസനത്തിനും ജാതിക്കും മതത്തിനൊക്കെ അപ്പുറത്ത് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിജി മറ്റൊരു വഴിയില്ലെങ്കിൽ K മുരളീധരൻ എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹിക്ക് കേരള മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതേമാതിരി ഞങ്ങളെ മുസ്ലിം ലീഗിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഞാൻ ഒരുപാട് കാരുണ്യ പ്രവർത്തനത്തിൽ അവരെ പങ്കാളിത്തം കണ്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ് വരിക. ഒന്നുകിലോ ആബിദ് ഹുസൈൻ തങ്ങൾ എന്ന് പറഞ്ഞ ആ വലിയ മനുഷ്യസ്നേഹി, അല്ലെങ്കിൽ മണ്ണാർക്കാട് MLA ആയ നമ്മുടെ സംസുദ്ദീൻ ക, ഇവർ രണ്ടാൾ വന്നാലും വിദ്യാഭ്യാസം പൊടിക്കും, സൂപ്പറായിട്ട് അത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് ഉറപ്പുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഉടനടി മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. സ്കൂളൊക്കെ ഇവിടെ തുറക്കായി. സ്കൂൾ തുറക്കുമ്പോൾ ആ കുട്ടികൾക്ക് SSLC പാസ്സായ കുട്ടികൾക്കും അല്ലെങ്കിൽ അവരെ ബുക്കാവട്ടെ അവരെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഈ മന്ത്രിസഭ രൂപീകരണം നടന്നാൽ മാത്രമേ സാധിക്കുള്ളൂ. എല്ലാ ജനങ്ങളും നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചപ്പോൾ എല്ലാ ജനങ്ങളോടും വഞ്ചിക്കുന്ന രീതിയിലാണ് ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കാത്ത ഈ പാർട്ടി എങ്ങനെ കേരളത്തിലെ ഇത്രയും ജനങ്ങളെ ചേർത്ത് പിടിച്ചാൽ സാധിക്കാമെന്ന് ഇപ്പോൾ സങ്കടത്തോടെയാണ് പറയേണ്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിജി നല്ലൊരു തീരുമാനം എടുക്കും എന്ന പ്രതീക്ഷയോടെ സ്നേഹത്തോടെ നാസർ മോഹൻ.